ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചോറിന് സൈഡ് ഡിഷ് ആയിട്ടൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. ഈ ഒരു സംഭവം ഉണ്ടെങ്കിൽ നമുക്ക് ചോറിന് പിന്നെ മീനോ ഇറച്ചിയോ ഒന്നും ആവശ്യമില്ല, അല്ലാതെ തന്നെ ചോറൊക്കെ താനെ കഴിച്ചു പോകും. അത്രയ്ക്ക് നല്ല ടേസ്റ്റിലുള്ള സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു 10-20 ചെറിയുള്ളി തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 4 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. തീരെ എരിവില്ലാത്ത പച്ചമുളകാണ് കേട്ടോ. എരിവുള്ള പച്ചമുളകാണെന്നുണ്ടെങ്കിൽ 1-2 ഒക്കെ മതിയാവും. പിന്നെ ഇതുപോലുള്ള മുക്കാത്ത ഉണ്ടമുളക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ഈ ഒരു റെസിപ്പിയിലേക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഞാനിതാ 20 ചെറിയുള്ളിയിലേക്ക് ഒരു 4 പച്ചമുളകും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലൊരു പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു റെസിപ്പിക്ക് വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം കേട്ടോ, അപ്പോഴായിരിക്കും അതിൻ്റെ ആ ഒരു ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്കൊരു 1/4 ടീസ്പൂണ് ഉലുവയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഉലുവയും ഒന്ന് മൂത്ത് വരട്ടെ. മൂത്ത് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂണ് ഇഞ്ചി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ തൊലി കളഞ്ഞ് വെച്ചിട്ടുള്ള ചെറിയുള്ളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ചെറിയുള്ളി ഞാൻ ചെറുതൊക്കെ അങ്ങനെ മുഴുവനായിട്ട് തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നല്ല വലുപ്പമുള്ള ചെറിയുള്ളിയാണെന്നുണ്ടെങ്കിൽ ഒന്ന് നടുമുറിച്ചതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. പിന്നെ ഇതിലേക്ക് നമ്മുടെ പച്ചമുളക് ഉണ്ടല്ലോ, അതും ഈ ഒരു സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. പച്ചമുളക് ഒന്ന് കീറിയതിന് ശേഷം ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് പിളർന്നിട്ടേ ഉള്ളൂ, അല്ലാതെ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ അതായത് ഇതുപോലെ ഒന്ന് പിളർന്നതിന് ശേഷം ആ ഒരു 4 പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു പച്ചമുളകിൻ്റെ കളറൊന്നും കൂടുതലായിട്ട് മാറിപ്പോകുന്നത് വരെ വഴറ്റിയെടുക്കേണ്ട. ആ ഒരു ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് വന്നാൽ മതി. പിന്നെ ഇതിലേക്ക് ഈ ഒരു സമയത്ത് തന്നെ 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു ഉള്ളിയൊക്കെ ഒന്ന് കളറൊക്കെ ചേഞ്ച് ആയിട്ട് വരും. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാം. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാത്തവർ അതും കൂടെ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അതാ ഇത്രയും മതി. ഉള്ളിയൊക്കെ ഇവിടെ വഴന്ന് വന്നിട്ടുണ്ട്, പാകത്തിന് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. പച്ചമുളകിൻ്റെ കളറൊന്നും ചേഞ്ച് ആയിട്ടില്ല. ഇനി നമുക്കിതവിടെ മാറ്റി വെക്കാം. എന്നിട്ട് ഇതേ സ്റ്റൗവിൽ തന്നെ ഞാനൊരു മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാനൊരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്തതിന് ശേഷം അതിൻ്റെ ആ ഒരു വെള്ളം മാത്രം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് എക്സ്ട്രാ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഈ ഒരു ബൗളിൽ തന്നെ ഒരു 1.5 ബൗള് വെള്ളം കൂടെ എക്സ്ട്രാ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 3/4 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പൊടികളൊക്കെ നമ്മൾ എത്രയാണോ ഉള്ളിയും മുളകൊക്കെ എടുക്കുന്നത് അതിനനുസരിച്ചിട്ടൊക്കെ കൂട്ടിയും കുറച്ചിട്ടൊക്കെ എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ചെറിയൊരു അളവിലേ ചെയ്യുന്നുള്ളൂ. പിന്നെ ഇതിലേക്ക് ഒരു 2 നുള്ള് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഉപ്പ് നമ്മൾ ഉള്ളി വഴറ്റിയപ്പോൾ അതിലേക്കുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നാലും പുളിവെള്ളത്തിലേക്ക് അത്യാവശ്യം നന്നായിട്ട് ഉപ്പ് വേണമല്ലോ, അപ്പോൾ അതിനുള്ള ഉപ്പും കൂടെ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ അതാ ഇതിവിടെ നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വഴറ്റിയെടുത്തിട്ടുള്ള ഉള്ളിയും പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് സാവധാനം ഒന്ന് വറ്റിച്ചെടുക്കാം. വറ്റിച്ചൊന്ന് കുറുകി വരണം കേട്ടോ. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വറ്റിച്ചെടുക്കരുത്. സാവധാനം വറ്റിച്ചെടുക്കുമ്പോഴേ ഉള്ള ഉള്ളിലേക്കും മുളകിലേക്കൊക്കെ പുളിയൊക്കെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. അങ്ങനെ തിളച്ചതാ ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലുള്ള ഒരു പുളി ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂണ് ശർക്കര പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഇളക്കിയിട്ട് നന്നായിട്ടൊന്നും കൂടി തിളപ്പിച്ച് കൊടുത്താൽ കുറച്ചും കൂടെ ഇതൊന്ന് തിക്കായിട്ട് വരും. അപ്പോൾ അത് ഇത്രയും മതി കേട്ടോ. ഇപ്പോൾ ഇത് ഏകദേശം കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി മൺചട്ടിയിൽ ഇരുന്ന് ഒന്നും കൂടെ ഇത് തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടെ തിക്കായിട്ട് വരും. അപ്പോൾ നല്ല കറക്റ്റായിട്ട് തന്നെ വരും കേട്ടോ. ഇതിപ്പോൾ പാകത്തിലാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് അടച്ചു വെക്കാം.
ഇപ്പോൾ അതിലുള്ള ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്ത് അലിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ മൺചട്ടി ആയതുകൊണ്ട് കണ്ടോ ഫ്ലെയിം ഓഫാക്കിയിട്ടും ഇത് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സൈഡ് ഡിഷാണിത്. നമുക്ക് ചോറിന് വേറെ ഒരു കൂട്ടാനില്ലെങ്കിലും ഇത് മാത്രം മതി ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്